ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് മനോരമ ഓൺലൈൻ ലിറ്റിൽ മാസ്റ്റർ ഷെഫ് കോൺടെസ്റ്റ് നടത്തിയിരുന്നു. നമുക്ക് ഒരുപാട് എൻട്രീസ് ലഭിച്ചു. അതിൽ മികച്ച കുട്ടി ഷെഫുകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ആദ്യത്തെ ആളെ തന്നെ നമുക്ക് പരിചയപ്പെടാം. പേരെന്തായിരുന്നു? അപ്പം കുട്ടി ഷെഫായ സൂര്യജിത്താണ് നമ്മളോടൊപ്പം ഉള്ളത്. സൂര്യജിത്ത് എവിടുന്നാ വരുന്നത്? തൃശ്ശൂരിന്ന്. തൃശ്ശൂരിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. ഏത് സ്റ്റാൻഡേർഡിലാ? ഫിഫ്ത്ത്. ഇന്ന് എന്ത് റെസിപ്പിയാ സൂര്യജിത്ത് ഉണ്ടാക്കാൻ പോകുന്നത്? മില്ലറ്റ് കോക്കനട്ട് ലഡു. മില്ലറ്റ് ഇപ്പൊ ഭയങ്കര ഹെൽത്തി ആയിട്ട് പറയുന്ന ഒരു സാധനം. അപ്പം ഈ റെസിപ്പി ആരാ പറഞ്ഞു തന്നെ? അച്ഛൻ കുക്കൊക്കെ ചെയ്യോ? കുക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് കൊണ്ടുള്ള ഒരു കോക്കനട്ട് ലഡു ആണ് സൂര്യജിത്ത് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റ് കോക്കനട്ട് ലഡു ആണ്. അതിനാവശ്യമുള്ള സാധനം മില്ലറ്റ് പൗഡർ, ഏലക്കപ്പൊടി, ഗീ, കണ്ടൻസ്ഡ് മിൽക്ക്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഗീ പാനിലോട്ട് ഒഴിക്കുക. അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുക. ഇനി മില്ലറ്റ് പൗഡർ ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആവാണ്ട് നോക്കണം, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഒരു 2 സ്പൂണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇടുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ചൂടാറുമ്പോൾ ലഡുവിൻ്റെ ഷേപ്പായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഉരുട്ടി കഴിഞ്ഞിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ അകത്ത് ഇത് ഡിപ്പ് ചെയ്യണം. ഇപ്പോൾ സൂര്യജിത്ത് ലഡു ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോക്കനട്ട് ലഡു നല്ല ഉരുട്ടിക്കൊണ്ടിരിക്കുക. ലഡുവിൻ്റെ ഷേപ്പിൽ നല്ല കോക്കനട്ട് ലഡു. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു കുക്കിങ്? അമ്മയെ കുക്കിങ്ങിൽ സഹായിക്കുമോ സൂര്യജിത്ത്? ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് ചെയ്യുന്നതാണ് അമ്മയാണോ ഇങ്ങനെ ഉണ്ടാക്കണം ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത്? അതോ അങ്ങനെയാണോ കുക്കിംഗ് ഇഷ്ടപ്പെട്ടത്? അതെയോ? കുക്കീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുണ്ട്. അവിടെയാണോ സൂര്യജിത്താണോ ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെ അച്ഛനും അമ്മയാണോ നടത്തുന്നത്? ചേച്ചിമാര്. അപ്പൊ അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോവോ? അങ്ങനെയാണോ ഈ ലഡുവിന്റെ റെസിപ്പിയും ഒക്കെ പഠിച്ചത്? കുക്കിംഗ് ഇഷ്ടപ്പെട്ടത്? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് സൂര്യജിത്തിന്റെ ലഡു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. മധുരമൊക്കെ കറക്റ്റാണ്. തേങ്ങയുടെ ടേസ്റ്റാണ് കൂടുതലും. മില്ലറ്റിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. നന്നായിട്ടുണ്ട്. വലുതാകുമ്പോൾ ആരാവാനാ ഇഷ്ടം? ഷെഫ് ആകാനാണോ ഇഷ്ടം അതോ ഷെഫ് ആവാനാണോ ഇഷ്ടം? ഇത് സൂര്യജിത്തിന് വലുതാവുമ്പോൾ ഷെഫ് ആവാൻ ഇഷ്ടം. അപ്പം നല്ലൊരു ഷെഫ് ആവട്ടെ കേട്ടോ. നല്ല ലഡു ആണ്. ഇതാ ഒരെണ്ണം കഴിച്ചു വെക്ക്. എങ്ങനെയുണ്ട്? നല്ല. സൂര്യജിത്ത് ഉണ്ടാക്കിയത് നല്ലതാന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം ഷെഫ് ആവട്ടെ വലുതാവുമ്പോൾ. നല്ല അടിപൊളി ഒരു ഷെഫ് ആവട്ടെ സൂര്യജിത്ത് കേട്ടോ. ഓക്കെ.